My husband's a total gadget freak. His mobile, laptop, everything's the latest. Recently, young and stuck to inch LCD TV only. Like a kid, he went to his friend's house to tell him about it. But he said, Vikram also has the same TV, but the picture quality and audio quality was much better. You know what the difference was? Vikram indicated Reliance Big TV connection आया. Hi-Fi TV वांगिते, cable connection sad आया. You will get sad images only, na? Next day he got a Reliance Big TV connection and happily watched for 5 hours. So I told him, TV नमाया तो Wi-Fi न मारने वाले. And he said, no, we are made for each other, just like our LCD TV and Reliance Big TV. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾസ്, തിരുവനന്തപുരം, ചോർത്തല, കുട്ടിയം, ചിറയൻകീഴ്. വികസനമായി മുൻനിർത്തിയാണ് ഇരുമുന്നണികളും പ്രചരണം നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി MV ജയരാജൻ വികസനത്തിനൊരു വോട്ട് എന്ന് ചോദിക്കുമ്പോൾ മറുവശത്ത് ഇടതുപക്ഷത്തിന്റെ എല്ലാ വികസന മോഡലുകളും പൊള്ളയാണെന്ന് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും അബ്ദുള്ളക്കുട്ടി തുറന്നടിക്കുന്നു. സമരമല്ല. അപ്പൊ വികസനത്തിന്റെ പ്രശ്നത്തിലും സമരത്തിന്റെ പ്രശ്നത്തിലായാലും നമ്മുടെ പൊതുപ്രവർത്തനത്തിന്റെ പ്രശ്നത്തിലും ഇടതുപക്ഷം ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് തുടർന്ന നയം ജനവിരുദ്ധമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ജനങ്ങളെ സമീപിക്കുന്നത്. ജനങ്ങളുടെ നല്ല പ്രതികരണമാണ്. ഈ പ്രതികരണത്തെ ഇല്ലാതാക്കാൻ വ്യാജവോട്ടോ അരടക്കൻ അവരന്മാരെ കൊണ്ടോ തടയാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളെ ചെയ്യുന്നത് കൂടുകയറ്റതാണ്. ഇത് ഇടതുമുന്നണിക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചില്ലറയല്ല. പാർട്ടിയിൽ താൻ നേരിട്ട ആത്മസംഘർഷങ്ങൾ, വിശ്വാസം, വികസനം എന്നീ കാര്യങ്ങളുടെ ഇരട്ടത്താപ്പ് എന്നിവ അക്കമിട്ട് നിർത്തിയാണ് അബ്ദുള്ളക്കുട്ടി പ്രചരണം കൊഴിപ്പിക്കുന്നത്. ചിന്തിക്കുന്ന ആളുകൾക്ക് നല്ല ആവശ്യമുണ്ട്. ഞങ്ങൾ ഈ മണ്ഡലത്തിൽ പ്രദർശനം നടത്തിയപ്പോൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ധാരണ നഗരസഭയിൽ UDF നടത്തിയ വികസന കാര്യങ്ങളും UDFിന്റെ പ്രചരണ വിഷയമാണ്. 30 കോടി രൂപ ചെലവഴിച്ച് കണ്ണൂരിൽ BIT അടിസ്ഥാനത്തിൽ നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡ് ടെർമിനൽ, MLA ഫണ്ട് ഉപയോഗിച്ച് എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബുകൾ നൽകിയത്, സ്കൂളുകൾക്കും എഡ്യൂസാറ്റ് പദ്ധതി നടപ്പാക്കിയതെല്ലാം UDF തങ്ങളുടെ വികസന നേട്ടമായി പറയുന്നു. പദയാത്രകളായിരുന്നു ആദ്യഘട്ടത്തിൽ UDF സ്ഥാനാർത്ഥി പ്രചരണത്തിന് തെരഞ്ഞെടുത്തത്. അവസാനഘട്ടത്തിൽ വാഹന പ്രചരണത്തിനാണ് ഊന്നൽ നൽകുന്നത്. ഇതിനിടയിൽ പൊതുയോഗങ്ങളും നടക്കുന്നുണ്ട്. LDF ഏറെക്കുറെ അബ്ദുള്ളക്കുട്ടിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പ്രചരണം നയിക്കുകയാണ്. താരതമ്യേന ഗ്രൂപ്പിനതീതൻ എന്ന പേരുള്ള MV ജയരാജന് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പൂർണ്ണ പിന്തുണയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒറ്റയ്ക്കുമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും വളരെ ഭംഗിയായി പഠിച്ച് രാഷ്ട്രീയം കണ്ടുപിടിപ്പിക്കാനും അത് നേടിക്കൊടുക്കുവാനുമുള്ള സാമർഥ്യം ഗോപിനാഥന്റെ ജനകൃഷി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ വഴി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നന്മ ഗുരുവാദന
പാർലമെന്റിലെ ബഹുമാനപ്പെട്ട വോട്ടർമാർക്ക് വിശ്വസിച്ച ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യുഎസിലെ ജനങ്ങളിലുള്ള സ്വാധീനം കണക്കിലെടുത്താണ് ജയരാജന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുപ്പിക്കാൻ സിപിഎം തീരുമാനിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമമാത്രമായ വേദികൾ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നുള്ളൂ. ആസിയാൻ കരാറും ഉടൻ സർക്കാരിന്റെ പദ്ധതികളുമെല്ലാമാണ് എൽഡിഎഫിന്റെ പ്രചരണത്തിലെ മറ്റ് വിഷയങ്ങൾ. പറയുന്നത് അത് ഞങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. റബ്ബർ ഷീറ്റ് ഇറക്കുമതി എന്നല്ല, റബ്ബറിന്റെ പാലിറക്കുമതി ചെയ്യുക, ഒരു ചുങ്കം കൊടുക്കണ്ട. റബ്ബറിന്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാം, ഒരു ചുങ്കവും കൊടുക്കണ്ട. കൃത്രിമ റബ്ബർ ഇറക്കുമതി ചെയ്യാം, ഒരു നിയന്ത്രണവുമില്ല. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ റബ്ബറിന്റെ വില എന്താവും? ഇതിനൊക്കെ വില ഇടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാനാ സർക്കാരിന്റെ അവസാന വർഷം വില ഇടിഞ്ഞല്ലോ സാധനങ്ങളുടെയൊക്കെ.